ചരിത്രം ഡൽഹിയിൽ ആവർത്തിക്കുകയാണോ? 2011-13 കാലത്ത് അണ്ണാ ഹസാരെയെ മുൻനിർത്തി അരവിന്ദ് കെജ്രിവാൾ നയിച്ച ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന പ്രക്ഷോഭത്തിന്റെ മാതൃകയിലാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നയിക്കുന്ന പ്രക്ഷോഭം മുന്നോട്ട് നീങ്ങുന്നത്. പഴയ ആം ആദ്മി പാർട്ടി ഈ മുന്നേറ്റത്തോട് നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും വലിയ പരിക്ക് പറ്റുന്ന രാഷ്ട്രീയ പാർട്ടി ആം ആദ്മി പാർട്ടി ആയിരിക്കും. കാരണം രണ്ടിലും ഉള്ളവർ സമാന ആളുകളാണ്. എന്തായാലും ഈ രണ്ട് മുന്നേറ്റങ്ങളെ തമ്മിൽ ഒന്ന് വിശകലനം ചെയ്തു നോക്കാം. ആദ്യം രണ്ട് പ്രക്ഷോഭങ്ങളുടെയും ഉത്ഭവം ഒന്ന് നോക്കാം. 1960-കൾ മുതൽ ഇന്ത്യയിൽ ലോക്പാൽ ബിൽ കൊണ്ടുവരാനുള്ള ആവശ്യം ഉണ്ടായിരുന്നു. എന്നാൽ 2011-ലാണ് അത് വലിയ ജനകീയ പ്രസ്ഥാനമായി മാറിയത്. അണ്ണാ ഹസാരെ എന്ന ഗാന്ധിയൻ ആക്ടിവിസ്റ്റ് 2011 ഏപ്രിൽ 5-ന് ദില്ലിയിലെ ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. ശക്തമായ ജനലോക്പാൽ ബിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്നായിരുന്നു ആവശ്യം. ഈ ബിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിലും പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതിലും അന്ന് RTI ആക്ടിവിസ്റ്റ് ആയിരുന്ന അരവിന്ദ് കെജ്രിവാൾ പ്രധാന പങ്കുവഹിച്ചു. 2G സ്പെക്ട്രം, കോമൺവെൽത്ത് ഗെയിംസ്, അഴിമതി തുടങ്ങിയ UPA സർക്കാരിന്റെ വിവാദങ്ങൾക്കിടയിൽ ഈ പ്രസ്ഥാനം പെട്ടെന്ന് രാജ്യവ്യാപകമായി വ്യാപിച്ചു. മധ്യവർഗം, യുവജനങ്ങൾ, മാധ്യമങ്ങൾ എല്ലാം ഇതിൽ പങ്കുചേർന്നു. പിന്നീട് ഈ പ്രസ്ഥാനത്തിൽ നിന്നാണ് ആം ആദ്മി പാർട്ടി ഉടലെടുത്തത്. രണ്ടാമത്തത് കോക്രോച്ച് ജനതാ പാർട്ടി. ഇത് പൂർണ്ണമായും സറ്റയറിൽ നിന്ന് ഉടലെടുത്ത പ്രസ്ഥാനമാണ്. 2026 മെയ് 15-ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിലില്ലാത്ത ചില യുവാക്കളെയും ആക്ടിവിസ്റ്റുകളെയും കോക്രോച്ചുകൾ എന്നും പരാതങ്ങൾ എന്നും വിളിച്ചു. അടുത്ത ദിവസം മെയ് 16-ന് മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ടീമിൽ പ്രവർത്തിച്ചയാളും ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയുമായ 30-കാരനായ അഭിജിത്ത് ദീപ്കെ ഈ അപമാനത്തെ മറിച്ചിട്ട് എല്ലാ കോക്രോച്ചുകളും ഒന്നിച്ചാൽ എന്ന ചോദ്യത്തോടെ ഓൺലൈൻ ഒരു സറ്റൈറിക്കൽ പാർട്ടി ആരംഭിച്ചു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വെബ്സൈറ്റും സോഷ്യൽ മീഡിയയും ഉണ്ടാക്കി. പേര് കോക്രോച്ച് ജനതാ പാർട്ടി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കോടിക്കണക്കിന് ഫോളോവേഴ്സ് ലഭിച്ചു. തുടക്കത്തിൽ തമാശയായിരുന്നത് പിന്നീട് നീറ്റ് പേപ്പർ ചോർന്നതും പരീക്ഷാ അഴിമതികളും തുടങ്ങിയ വിവിധ മേഖലകളിലെ അഴിമതികൾക്കെതിരായ യഥാർത്ഥ പ്രതിഷേധമായി മാറി. ദീപ്കെ ജൂൺ 6-ന് ഇന്ത്യയിൽ തിരിച്ചെത്തി ജന്തർ മന്ദറിൽ പ്രതിഷേധം തുടങ്ങി. പിന്നീട് ലഡാക്കിലെ പ്രശസ്ത വിദ്യാഭ്യാസ പരിസ്ഥിതി ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്ക് ഇതിൽ ചേർന്ന് അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഇപ്പോൾ പ്രധാന ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. നിരാഹാര സത്യാഗ്രഹം പ്രധാന ആയുധം. അണ്ണാ ഹസാരെയുടെ നിരാഹാരമാണ് IACയെ ദേശീയ തലത്തിലേക്ക് ഉയർത്തിയത്. അതുപോലെ സോനം വാങ്ചുക്കിന്റെ ദീർഘകാല നിരാഹാരമാണ് CJP പ്രക്ഷോഭത്തിന് ഇപ്പോഴുള്ള ഏറ്റവും വലിയ ധാർമ്മിക ശക്തി. രണ്ടിലും പ്രമുഖ വ്യക്തി പ്രതിഷേധത്തിന്റെ പ്രതീകമായി മാറി. ജന്തർ മന്ദർ കേന്ദ്രബിന്ദു. രണ്ട് പ്രസ്ഥാനങ്ങളും ഡൽഹിയിലെ ജന്തർ മന്ദറിനെ പ്രധാന വേദിയാക്കി. സിറ്റിൻ, ധർണ, മാർച്ച് എന്നിവയുടെ കേന്ദ്രം ഒന്നു തന്നെ. സിവിൽ സൊസൈറ്റി യുവ സംഘാടകൻ എന്ന മാതൃക. പ്രായമായ ഗാന്ധിയൻ അണ്ണാ ഹസാരെ ഒപ്പം യുവ ആക്ടിവിസ്റ്റ് സംഘാടകൻ കെജ്രിവാൾ എന്ന കോമ്പിനേഷൻ പോലെ സ്ഥാപിത ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക് ഒപ്പമുള്ളത് യുവ ഡിജിറ്റൽ സംഘാടകൻ അഭിജിത്ത് ദീപ്കെ എന്ന സംഘടനയിലാണ് CJP കേന്ദ്ര സർക്കാരിനെതിരെ. IAC സിസ്റ്റമാറ്റിക് അഴിമതിക്കെതിരെ നിയമം ആവശ്യപ്പെട്ടു. CJP പരീക്ഷാ അഴിമതികൾക്ക് ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു. രണ്ടും ഭരണകൂടം ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന ആവശ്യമാണ് ഉയർത്തുന്നത്. സോഷ്യൽ മീഡിയ വഴി അണിനിരത്തൽ. IAC ഇന്ത്യയിൽ ആദ്യമായി വലിയ തോതിൽ ഫേസ്ബുക്ക്, SMS എന്നിവ ഉപയോഗിച്ച് യുവജനങ്ങളെ അണിനിരത്തി. CJP പൂർണ്ണമായും ഇൻസ്റ്റാഗ്രാം, മീമുകൾ, ജൻസി ഭാഷ എന്നിവയിലൂടെ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ്. 5 വ്യത്യാസങ്ങൾ. IAC ദീർഘകാലമായുള്ള നിയമപരമായ ആവശ്യത്തിൽ നിന്ന് ഉയർന്നു വന്ന ഗൗരവമുള്ള ധാർമ്മിക പ്രസ്ഥാനമാണ്. CJP ഒരു ചീഫ് ജസ്റ്റിസിന്റെ അഭിപ്രായത്തെ മറിച്ചിട്ട് തുടങ്ങിയ സറ്റയർ അഥവാ മീം പ്രസ്ഥാനമാണ്. ഒന്ന് ഗൗരവത്തിൽ നിന്ന്, മറ്റൊന്ന് തമാശയിൽ നിന്ന്. പ്രധാന ആവശ്യം IAC ഒരു ഘടനാപരമായ നിയമം ആവശ്യപ്പെട്ടു. CJP ഒരു നിർദ്ദിഷ്ട മന്ത്രിയുടെ രാജിയും പരീക്ഷാ സംവിധാനത്തിലെ അഴിമതിക്കുള്ള ഉത്തരവാദിത്വമാണ് ആവശ്യപ്പെടുന്നത്. ഒന്ന് സിസ്റ്റം മാറ്റം, മറ്റൊന്ന് വ്യക്തിഗത ഇഷ്യൂ അധിഷ്ഠിതം. സംഘടനയുടെ രൂപം. IAC ഒരു ബ്രോഡ് സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് ആയിരുന്നു. CJP ഒരു സറ്റൈറിക്കൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരിലാണ് പ്രവർത്തിക്കുന്നത്. IAC 2011-12 രാജ്യവ്യാപകമായി ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിയ പാൻ ഇന്ത്യ പ്രസ്ഥാനമായിരുന്നു. CJP ഇപ്പോഴും പ്രധാനമായി ദില്ലി കേന്ദ്രീകൃതവും യുവജന വിദ്യാർത്ഥി കേന്ദ്രീകൃതവുമാണ്. കൂടുതൽ സ്ഥലത്തേക്ക് പ്രചരിച്ചില്ലെങ്കിലും
ഓൺലൈൻ സ്വാധീനം വളരെ വലുതാണ്. രാഷ്ട്രീയ പരിണാമം. IACയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി രൂപീകരിച്ച് അധികാരത്തിലെത്തി. CJP ഇപ്പോഴും പ്രധാനമായും പ്രതിഷേധ സറ്റയർ സംഘടനയായി തുടരുന്നു. അതിൽ നിന്ന് ഒരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. രണ്ട് പ്രസ്ഥാനങ്ങളും അഴിമതിയോടും ഉത്തരവാദിത്തമില്ലായ്മയോടും ഉള്ള ജനകീയ അസംതൃപ്തിയുടെ പ്രകടനങ്ങൾ തന്നെയാണ്. എന്നാൽ ഒന്ന് ഗൗരവമുള്ള നിയമപരമായ പോരാട്ടമായി തുടങ്ങി, മറ്റൊന്ന് ഡിജിറ്റൽ സറ്റയർ നിന്ന് യഥാർത്ഥ പ്രതിഷേധമായി മാറി. ഒന്ന് നിയമനിർമ്മാണം ലക്ഷ്യമിട്ട വലിയ ധാർമ്മിക പ്രസ്ഥാനമായിരുന്നു. മറ്റൊന്ന് ഒരു നിർദ്ദിഷ്ട വിവാദത്തിൽ കേന്ദ്രീകരിച്ച യുവതലമുറയുടെ സറ്റയർ പ്രതിഷേധ മിശ്രിതമാണ്.